പോടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മോനെ ശാലിനി, എന്റെ നാളെ നിങ്ങൾ എത്തുമ്പോഴേക്കും അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടാ ഞാൻ ഇപ്പൊ തന്നെ. ഞാൻ അമ്പലത്തിൽ നിന്നും പോവാതെ നേരെ വണ്ടി എടുത്ത് അങ്ങ് വരും. അയ്യോ അതൊന്നും വേണ്ട. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങ് വന്നാ മതി. അമ്മയും മാമ്പഴപ്പുളിശ്ശേരിയും എന്നുകൂടി ഉണ്ടല്ലോ. എന്റെ പൊന്നു മോനെ. ഇവരുടെ ഭാഗത്ത് തന്നെ കൊല്ലാൻ പലവിധ ശ്രമങ്ങളുണ്ടായി. ഭക്ഷണത്തിൽ വിഷം ചേർത്തു, ഗ്യാസ് തുറന്നു വിട്ടു, കിണറ്റിൽ തള്ളിയിടാൻ നോക്കി എന്നെ. ഇവരുടെ തന്നെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രോഹിത്തിനെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഇവരുടെ താല്പര്യം. ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ഇവര് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതം മൂളിയത് അത് ഞങ്ങളുടെ വീട്ടിലെ സ്വത്ത് കണ്ട് മാത്രം. സുസ്മിതേ, ആ സിയോട് നീ പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ? നീയും രോഹിത്തും ഒന്നിച്ച് ജീവിക്കുന്നത് പത്മാവതി ആന്റിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും പലവട്ടം നിന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ. അത് ശാലിനി പച്ച കള്ളമായിരുന്നു. അവരെന്നെ പറ്റി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ശാലിനിക്ക് അറിയാമല്ലോ. കീരിയും പാമ്പും പോലെ തന്നെയാ ഞാനും രോഹിത്തും ജീവിച്ചത്. ഒരു ദിവസം പോലും സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ളതും സത്യമാണ്. പക്ഷേ അക്കാര്യം പോലീസിന് മൊഴിയായിട്ട് കൊടുത്താ എന്താ സംഭവിക്കുക? പരസ്പരം ശത്രുതയുള്ള ഭാര്യ ഭർത്താക്കന്മാര് രണ്ടുപേരും മാത്രമായിട്ടൊരു സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നു. ഒരാൾ മാത്രം മടങ്ങി വന്നിട്ട് പറയുന്നു മറ്റേയാള് കാല് തെറ്റി സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് വീണു. ഏതു പോലീസാ ശാലിനി അത് വിശ്വസിക്കുക? ഞാൻ രോഹിത്തിനെ തള്ളിയിട്ട് കൊന്ന ശേഷം ഒരു കള്ളക്കഥ മെനഞ്ഞൂന്നല്ലേ അവര് വിശ്വസിക്കൂ. ഈശ്വര, ഇനി അതാണോ സത്യം? ട്രിപ്പിനിടയില് ഞങ്ങൾ രമ്യതയിലായി എന്നുള്ളത് നിങ്ങൾ മൊഴി നൽകിയാൽ തന്നെ പോലീസ് അത് വിശ്വസിക്കോ ശാലിനി? രോഹിത്തിനെ പാട്ടിലാക്കാൻ സ്നേഹം നടിച്ചു കൂട്ടിക്കൊണ്ടുപോയി കൊക്കയിലേക്ക് തള്ളിയിട്ടൂന്നല്ലേ സാമാന്യ ബുദ്ധിയുള്ളവർ കരുതൂ. ഇവൾ അങ്ങനെ തന്നെയാണോ ഇനി ചെയ്തത്? ഈശ്വര, ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മുൻകരുതൽ എടുത്തേ ഉള്ളൂ. പത്മാവതി അമ്മയെ പറ്റി ഞാനും കുറെ കുറ്റം പറഞ്ഞ രണ്ടുപേരും പരസ്പരം പറയുന്നത് അമ്മായിയമ്മ മരുമകൾ പോരാണെന്ന് എല്ലാവരും കരുതും. രണ്ടാളും പറയുന്നത് അപ്പാടെ ആരും വിഴുങ്ങില്ല. എന്നാലും നീ പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ? മകനെ കാണാതായതിന്റെ വേദനയിലിരിക്കുന്ന ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാ എനിക്ക് വേദന സങ്കടമൊന്നും ഇല്ലെന്നാണോ ശാലിനി?
ഉള്ളിലൊരു കടലിരമ്പുന്നുണ്ട് എന്ന് കരുതി എപ്പോഴും കരഞ്ഞോട് നടക്കാൻ പറ്റോ? അല്ലെങ്കിൽ ഈ ദുഃഖിതാന്ന് നെറ്റിയിൽ ഒട്ടിച്ചാ മതിയോ? ഈശ്വര, ഇവൾക്ക് എത്ര മുഖമുണ്ട്. അവരുടെ മകനെ കാണാതായി, അതുപോലെ തന്നെ എന്റെ ഭർത്താവിനെയും കാണാതായി. ഞാൻ അവരുടെ കഴുത്തിനോ അവരെന്റെ കഴുത്തിനോ കുത്തിപ്പിടിച്ചതുകൊണ്ട് പോയവൻ തിരിച്ചു വരുവോ? ഈശ്വര, അവനെന്നോ? പോയവര് പോയി ശാലിനി. ഇനി അതിന്റെ പിന്നാലെ തൂങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. പോലീസിന് മുന്നിൽ നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന എന്റെ ഒരു റിക്വസ്റ്റ്. നിങ്ങളൊക്കെ കൂടി മുന്നിൽ നിന്നാണല്ലോ ഈ കല്യാണം നടത്തി തന്നത്. എന്നാലും സുസ്മിത, ശാലിനി, പത്മാവതി അമ്മയെ പോലെ നെഞ്ചത്തടിക്കുകയും നിലവിളിക്കുകയും ഒന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ. രോഹിത്തിനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലിരിക്കുക ഞാൻ. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. പോലീസുകാരുടെ പണി അവര് ചെയ്തോട്ടെ ശാലിനി. ഈശ്വര, അപ്പോ പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നടന്നത് ഒരു അപകടമല്ല. പോലീസ് സംശയിക്കുന്നത് പോലെ രോഹിത്തിനെ ഈ യക്ഷി അപകടപ്പെടുത്തിയതാണ്. ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു. എന്നിട്ടും ഒരു കൂസലും ഇല്ലാതിരിക്കുന്ന ഈ രാക്ഷസിയെ ഈ നിമിഷം വരെ സംശയിച്ചില്ലല്ലോ ഈശ്വര. എല്ലാം അവള് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. പത്മാവതി ആന്റിക്ക് മുന്നിലെത്തുമ്പോ പോലീസിന്റെ ശ്രദ്ധ എങ്ങനെ വഴിമാറ്റാമെന്ന് വരെ. അതിനുവേണ്ടി ഒരു വിഷക്കുപ്പി ഇവള് ഹാൻഡ് ബാഗിൽ കരുതി. ഇല്ല, സുസ്മിത മാറിയിട്ടില്ല. കുറച്ചു നേരത്തേക്കാണെങ്കിലും ഇവളെ വിശ്വസിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. രോഹിത്തിന്റെ ജീവൻ എടുക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ വലിയ പിഴയൊടുക്കേണ്ടി വരും സുസ്മിത. പഴയതിനേക്കാൾ ശക്തിയായി ശാലിനി ഇറങ്ങുക പടക്കളത്തിലേക്ക്. നീ ഇറങ്ങിക്കോ ശാലിനി പടക്കളത്തിലേക്ക്. നിന്നെ അവിടേക്കൊന്ന് ഇറക്കി കിട്ടാനാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. രോഹിത്തിനെ പോലെ പിളർന്നിരിക്കുന്ന മരണവായിലേക്ക് വീഴുമ്പോ നീ അറിഞ്ഞിരിക്കണം വീഴ്ത്തിയത് സുസ്മിതയാണെന്ന്. എനിക്കും വിഷ്ണുവേട്ടനും ഇടയിൽ വന്നതാ അവൻ ചെയ്ത തെറ്റ്. അതേ തെറ്റ് ചെയ്ത നിനക്കാ രണ്ടാം മുഴം. നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു ശാലിനി. സത്യം പറഞ്ഞ സംഗതി എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അമ്മ ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് വരുമോന്ന് അവൾ വിളിച്ചു ചോദിക്കായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അല്ല
രാജശേഖരനിപ്പോ ഹോസ്പിറ്റലിൽ തന്നെയാ, എന്നാലും ഭേദമുണ്ട്. മുംബൈ തന്നെ അല്ലേ? നാട്ടിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണെന്നാ അവിടുത്തെ ഡോക്ടർമാര് പറയുന്നത്. ഓ, ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾ എപ്പോഴും അവിടെ വേണം. ഇവിടെ ചില ഫിനാൻസ് ഇടപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വന്നതാ. ഇതിനിടെ പെട്ടെന്ന് എന്നെ കാണണമെന്നും പറഞ്ഞ് അവള് വിളിച്ചപ്പോ ഒരു ടെൻഷൻ. ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രീതിയുടെ ദോഷം മാറാൻ പഞ്ചകൈലാസത്തിലേക്ക് ഒരു ട്രിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? കുട്ടികളെല്ലാം ഇന്ന് മടങ്ങി വരിക. അപ്പോ അവക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അവളെ യാത്രയാക്കാനും നീ ഇല്ലായിരുന്നല്ലോ. ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ലേ ഭാമേ. പിന്നെ ഞാനില്ലെങ്കിലും ശാരദാമ്മയും പത്മാവതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. രോഹിത്തിന്റെ വീട്ടിൽ അവൾക്ക് സന്തോഷം തന്നെയല്ലേ? അതിനെന്താ സംശയം? അങ്ങനെ അല്ലാത്തൊരു ബന്ധം ഞാൻ അവൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നു തോന്നുന്നുണ്ടോ സർലയ്ക്ക്? ഒരിക്കലുമില്ല ഭാമേ. ആ ഒരു വിശ്വാസത്തിലാണല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഫ്ലൈറ്റ് കയറി മുംബൈയിലേക്ക് പോയത്. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല സർലെ. ഇന്ന് ലോകത്തെ ഏറ്റവും സന്തോഷവതിയായ ഭാര്യ സുസ്മിതയാണ്. നിന്റെ അവസാനത്തെ ചിരിയായിരിക്കൂടാ ഇത്. പഞ്ചകൈലാസത്തിൽ നിന്ന് സുസ്മിത തിരിച്ചു പോരുമ്പോ നിന്നെ ചുമന്ന് ഇറക്കിപ്പിക്കും ഞാൻ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ചോര കൊണ്ട് മനസ്സിൽ കുറിച്ച പ്രതിജ്ഞ ഞാൻ പാലിച്ചു രോഹിത്. തിരിച്ചു വരുമ്പോ നീ ഇല്ല. നീ എന്താ വരുന്നില്ലേ? ഉണ്ട്. ഞാൻ സങ്കടം കൊണ്ട് ഓരോന്ന് ആലോചിച്ച് നിന്നുപോയി. ആ, ആലോചിക്കാനൊക്കെ ഇനി സമയമുണ്ട്. വാ. സുസ്മിതേ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സത്യാമ്മ ഇപ്പം പ്രീതിയുടെ കാര്യം അറിയാൻ പാടില്ല. ഇതൊക്കെ എത്ര കാലം മറച്ചു വെക്കാൻ ശാലിനി? ഇങ്ങനല്ലല്ലോ നീ ഇങ്ങോട്ട് തിരിക്കും മുമ്പ് പറഞ്ഞത്. എന്നായാലും ഭാമാന്റെ അറിയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും എന്റെ നാവിൽ ഈ കാര്യം അറിയാൻ പോകുന്നില്ല. ശരി, വാ. ഇവളെ സൂക്ഷിക്കണം. ഓരോ നിമിഷവും കൂടുതൽ അപകടകാരിയായിക്കൊണ്ടിരിക്കുക ഇവള്. 3 കൂട്ടർക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് ആവട്ടെ എന്ന് കരുതിയ ഞാൻ അവരെ ഒന്നിച്ചയച്ചത്. അത് നന്നായി. മോളെ, മോളെ എന്താ കാര്യം പറ. എന്താ എന്താ പ്രശ്നം? എന്താ ശാലിനി?
ആന്റി, രോഹിത് കൊക്കയിലേക്ക് വീണു. കൊക്കയിലോ? രോഹിത്, ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് നിന്നതാ. അതിനിടയിൽ കാല് വഴുതി കൊക്കയിൽ വീണ ആന്റി. അയ്യോ ദേവി. ശാലിനി, മോളെ എന്തേ പറയുന്നേ? മോളെ ഇവിടെ ശാലിനി, സത്യമാണോ ഇവിടെ പറയുന്നത്? അതെ സത്യമേ. രോഹിത്, ഭാമേ, ഭാമേ, നിനക്കെന്താ പറ്റി? സത്യമേ, ഭാമേ, ഭാമേ, നിനക്ക് എന്താ പറ്റിയത്? ഭാമേ, ഭാമേ, ഒരു കുഴപ്പമില്ല സത്യാമ്മേ. രോഹിത്തിനെ നമുക്ക് മടക്കി കിട്ടും. ഭാമേ, വിഷ്ണുവേട്ടൻ അവിടെ തിരയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ അവിടെ തന്നെ ഉണ്ടല്ലോ. രോഹിത്തിനെ കൊണ്ടേ മടങ്ങിയെത്തും. ഭാമേ, ഉറപ്പാ സത്യാമ്മേ. വിഷ്ണുവേട്ടൻ രോഹിത്തിനെ കൊണ്ടുവരും. എല്ലാം പഴയതുപോലെ ആവും. ഉറപ്പാണല്ലോ? ഉറപ്പ് സത്യാമ്മേ. പറയുന്ന വിശ്വസിക്കും ഭാമേ. നമ്മുടെ ശാലിനല്ലേ പറയുന്നത്? രോഹിത്തിനെ വിഷ്ണുവേട്ടൻ കൊണ്ടുവന്നോട്ടെ. പക്ഷെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വരൂ. സത്യഭാമ, അതെ, ഞാൻ പഞ്ചകൈലാസത്തിന്റെ അടിവാരത്തുള്ള പോലീസ് സ്റ്റേഷനിലെ CI നിഷാദ്. രോഹിത് സൂയിസൈഡ് പോയിന്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നിങ്ങളുടെ മകൻ വിഷ്ണു പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വന്നതാ. ഇവിടെയോ? ഈ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ സൂയിസൈഡ് പോയിന്റിൽ നിന്നും മിസ്സായ രോഹിത്? അത് സംബന്ധിച്ച് ചില തെളിവുകൾ ശേഖരിക്കാൻ വന്നതാ. രോഹിത്തിനെ കാണാതായത് പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ വെച്ചല്ലേ? അതിന് ഇവിടെ തെരഞ്ഞിട്ടെന്താ കാര്യം? ഒരു അപകടമുണ്ടായാൽ അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമല്ലോ. മനസ്സിലായില്ല. മാഡത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് യാദൃശ്ചികമായ ഒരു അപകടമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ രോഹിത്തിനെ സുസ്മിത സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളി താഴെ ഇട്ടുന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മാഡം. അങ്ങനെ തന്നെയാണ് മിസ്റ്റർ CI അതിന്റെ അർത്ഥം. ഹണിമൂൺ ട്രിപ്പിനിടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഹൃദയം പിളർന്നു നിൽക്കുന്ന ഈ സാധു പെൺകുട്ടിയിലേക്ക് തന്നെ നിങ്ങൾ ഇനിയൊരു കഠാര കൂടി കുത്തി ഇറക്കണം. സോറി മാഡം, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സമ്മതിച്ചു, ഡ്യൂട്ടി തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര തെളിവുകളും മൊഴികളും നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞില്ലേ? രോഹിത്തിന്റെ അമ്മ പത്മാവതിയുടെ മൊഴി ഞങ്ങൾ എടുത്തിരുന്നു മാഡം.
അക്കൂട്ടത്തിൽ ഇവൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു കാണുമല്ലോ. കേട്ടിരുന്നു, പക്ഷേ അതൊരു മൊഴിയായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ രേഖപ്പെടുത്തണം സർ. സോറി മാഡം, ഞങ്ങൾക്ക് ഈ കുട്ടിയോട് വിശദമായിട്ട് ഒന്നുകൂടി സംസാരിക്കണം. ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്.